ഈ പ്രശ്നം വളരെ ഗൗരവതരമാണെന്ന് നമ്മുടെ പൂർവികരായ മഹാന്മാർക്കറിയാം. അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ വളരെ വലിയ മഹാത്മാക്കളായിരുന്നു. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്നത്തെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അയഞ്ഞ സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ അത് കുറച്ചൊക്കെ മുജാഹിദിൻ്റെ പരിപാടിയിലും കുഴപ്പമില്ല, ജമാഅത്തെ പരിപാടിയിലും കൂടുതലും കുഴപ്പമില്ല, നമ്മളവരെ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചാലും കുഴപ്പമില്ല, അവരെ ചെറിയ പരിപാടിക്ക് ഇവിടെ കൂട്ടിയാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സമീപനം അന്നവർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മൾ സുന്നത്ത് ജമാഅത്ത് നയിക്കാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. പ്രശ്നത്തിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കിയത് വളരെ കറക്റ്റാണെന്ന് പിൽക്കാലത്ത് തെളിയിച്ചു. പരിശുദ്ധ ദീൻ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥയാണല്ലോ. മാ ശറഅഹുല്ലാഹു ലിഇബാദിഹി മിനൽ അഹ്കാമി വസ്സുനൻ. അള്ളാഹു തൻ്റെ അടിയാറുകൾക്ക് വരച്ച് കാണിച്ച് കൈമാറിത്തന്ന നിയമങ്ങളും ചട്ടങ്ങളുമാണ് പരിശുദ്ധ ദീൻ. അള്ളാഹുവാണ് നമുക്കത് കൈമാറിത്തന്നത്. അതിലൊരു കാര്യം വെട്ടിമാറ്റാൻ ഒരാൾക്കും അവകാശമില്ല. അതിലേക്കൊരു കാര്യം അഡീഷണലായി കൂട്ടിച്ചേർക്കാൻ ആർക്കും യാതൊരു അവകാശവുമില്ല. ആ പരിശുദ്ധമായ ദീൻ അതിൻ്റെ തനിമയോടുകൂടി നിലനിൽക്കണമെന്ന് അള്ളാഹു താല്പര്യപ്പെടുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യപ്പെടുന്നു. അത് അതേപടി കാത്തു സൂക്ഷിക്കണമെന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഏറ്റെടുത്തത്. നോക്കൂ, നിങ്ങൾ കേരളത്തിൽ ബിദ്അഈ പ്രസ്ഥാനങ്ങൾ കടന്നു വന്ന ശേഷം ദീൻ എങ്ങനെയൊക്കെയാണ് വികൃതമാക്കിയത്. ഇന്ന് മുസ്ലിം നാമധാരികളായ യുക്തിവാദികൾ നമുക്കിടയിൽ പ്രചാരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. സത്യത്തിൽ ആരാണ് ഈ മുസ്ലിം യുക്തിവാദികളെ, മുസ്ലിം നാമധാരികളായ യുക്തിവാദികളെ സൃഷ്ടിച്ചെടുത്തത്? ദീനിൽ സ്വതന്ത്രമായി കൈവെക്കാനും ദീനിൻ്റെ നിയമങ്ങൾ പരിഷ്കരിക്കാനും പരിശുദ്ധമായ ശരീഅത്തിൽ ഭേദഗതിവാദം ഉന്നയിക്കാനും അംഗീകാരം നൽകിയത് ഈ ബിദ്അഈ പ്രസ്ഥാനങ്ങളായിരുന്നു. അവർ കൈവച്ച ഓരോ മേഖലകളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. 5 നേരത്തെ നിസ്കാരത്തിൻ്റെ ആമുഖമായി നമ്മൾ വാങ്ക് വിളിക്കും. വാങ്ക് വിളിക്കുന്ന മുമ്പ് നമ്മൾ വുളു ചെയ്യും. വുളുവിൽ നിന്ന് എന്തൊക്കെയാണ് അവർ വെട്ടിമാറ്റിയത്? വുളുവിൽ നിന്ന് വെട്ടിമാറ്റിയത് അവർ, നിങ്ങൾ വുളു ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വുളു ചെയ്ത് പ്രാഥമികമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ ചെവി ഒരു വട്ടം തടവും, തലയും ഒരുമിച്ച് തടവും. അവിടെ 2 തല തടവലും 2 ചെവി തടവലും വെട്ടിമാറ്റി. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അതിനു മുമ്പ് ബാങ്ക് വിളിക്കും. ബാങ്ക് വിളിച്ചാൽ മുസ്ലിം സമൂഹം 14 നൂറ്റാണ്ടുകാരമായി പ്രവാചക തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കുന്നത് വർസുഖ്നാ ശഫാഅത്തഹു ഫിൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. വർസുഖ്നാ ശഫാഅത്തഹു വെട്ടിമാറ്റി, ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് വെട്ടിമാറ്റി. ഞാൻ ദുരാരോപണം ഉന്നയിക്കുകയല്ല. ഒരു ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ വാഹകൻ ഈ ദുആ സമ്പൂർണ്ണമായി ചൊല്ലില്ലെന്ന് മാത്രമല്ല, വർസുഖ്നാ ശഫാഅത്തഹു, തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നത് ബിദ്അത്താണ്, അനാചാരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷ്കരണം വെട്ടിമാറ്റിയത്. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാലോ നിയ്യത്ത്. അങ്ങനെ നിയ്യത്തിന്റെ വാക്ക് പറയണമെന്ന് ആര് പറഞ്ഞു? നിസ്കരിക്കാൻ നിൽക്കൽ തന്നെയാണ് നിയ്യത്ത്. ഇത് നിർബന്ധമായ നിസ്കാരമാണ്, ഇത് മഗ്രിബാണ്, ഇങ്ങനെയൊക്കെ പ്രത്യേകം ഇത്രയും നിർണയിച്ച് പറയണമെന്ന് ആര് തീരുമാനിച്ചു? ഒരാൾ ജനാബത്ത് കുളിക്കാൻ പോവുകയാണെങ്കിൽ കുളിക്കാൻ പോകുന്നു എന്ന ആ പോകൽ തന്നെയാണ് നിയ്യത്ത്. തോർത്തും സോപ്പെടുത്ത് പോയാൽ അത് തന്നെയാണ് നിയ്യത്ത്. ഒരാൾ നിസ്കരിക്കാൻ ഒതുർത്ത് വന്നാൽ തക്ബീർ കെട്ടുമ്പോൾ അത് തന്നെയാണ് നിയ്യത്ത്. അല്ലാതെ നിയ്യത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനമായ മർമ്മപ്രധാനമായ നിസ്കാരത്തിന്റെ ഭാഗമായ നിയ്യത്തിന് കത്തിവെച്ചു. നിസ്കാരത്തിൽ തുടക്കം കുറിച്ചു. നിസ്കാരം മുന്നോട്ട് പോകുന്നു. നിസ്കാരം മുന്നോട്ട് പോകുമ്പോൾ ഫാത്തിഹയിൽ ബിസ്മി, മദ്ഹബുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്, അവിടെ നിൽക്കട്ടെ. സുജൂദിൽ റുക്കൂഇൽ പോയാൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, എൻ്റെ വിശുദ്ധനായ റബ്ബിനെ ഞാൻ പ്രകീർത്തിക്കുന്നു, വാഴ്ത്തുന്നു, അവനെ സ്തുതിക്കുന്നതോടൊപ്പം എന്ന് പറയുന്ന ആ വിശുദ്ധമായ ദിക്ർ.
3 തവണ ലോകം മുസ്ലിങ്ങൾ ഉരുവിടുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം സുബ്ഹാന റബ്ബിയൽ അലീം അവിടെ നിർത്തി വബിഹംദിഹി വെട്ടിമാറ്റി. അവർ അഭിമാനപൂർവ്വം എഴുതുകയാണ്, പറയുകയാണ്, ദീനിൽ പ്രബലമായ തെളിവില്ലാത്ത പല കാര്യങ്ങൾ നിങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. റുക്കൂഉൽ വബിഹംദിഹി വെട്ടിമാറ്റി. സുജൂദിക്ക് ചെന്നാൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയുമ്പോൾ അത്യുന്നതനായ എൻ്റെ റബ്ബിനെ ഞാൻ പ്രകീർത്തിക്കുന്നു, വാഴ്ത്തുന്നു, വബിഹംദിഹി അവനെ സ്തുതിക്കുന്നതോടൊപ്പം എന്ന് പറയുമ്പോൾ വബിഹംദിഹി വെട്ടിമാറ്റി. നിസ്കാരം കടന്നുപോയാൽ അടുത്ത മേഖലയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു നോക്കൂ. ഒരു മുസ്ലിം 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുമ്പോൾ യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ 2 മർഹല ദൈർഘ്യമുള്ള യാത്രയാണെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്താക്കി മാറ്റാം. യാത്രയ്ക്കുള്ള പ്രത്യേകമായ ഇളവാണ് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ചൂണ്ടിക്കാണിച്ചതാണ്. 4 മദ്ഹബിലും അംഗീകൃതമായ നിയമമാണ് ജമ്മ് ഖസ്ർ എന്ന് പറയുന്ന വിഷയങ്ങൾ. സത്യത്തിൽ ഒരു മുസ്ലിമിന് നിസ്കാരം 4 റക്അത്തുള്ളത് 2ആക്കി വെട്ടിമാറ്റണമെങ്കിൽ, നിസ്കാരം ജമ്മാക്കി നിസ്കരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച നിയമം 2 മർഹല 132 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയായിരിക്കണം. ഖസ്റാക്കണമെങ്കിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ഈ 132 കിലോമീറ്റർ 1 കിലോമീറ്ററും കുറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത് എന്താ? 5 കിലോമീറ്റർ മാത്രമുള്ള യാത്രയിലും ഖസ്റാക്കാൻ ജമ്മാക്കാമെന്ന്. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അത്ഭുതപ്പെടേണ്ടതില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിലെ ബിദഅ പ്രസ്ഥാനങ്ങൾ മദ്രസ പാഠപുസ്തകത്തിൽ പോലും കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. 5 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ അത്തരം ചെറിയ യാത്രയിൽ പോലും നിസ്കാരം 4 റക്അത്തുള്ളത് വെട്ടിച്ചുരുക്കാൻ 2 റക്അത്താക്കാമെന്ന്. തീർന്നോ? ഇല്ലല്ലോ. അപ്പുറത്ത് നോമ്പിലേക്ക് പ്രവേശിച്ചാൽ ഇതൊക്കെയല്ലേ പരിശുദ്ധമായ ദീനിന്റെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പരിശുദ്ധമായ റമദാൻ മാസം വന്നാൽ റമദാന് ഏത് മുസ്ലിമുകളും ഒരുവിധം തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തൽക്കാലം തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങി ഒന്ന് നന്നായി ജീവിക്കാൻ ഒരുങ്ങുന്ന ഘട്ടമാണ്. തെറ്റുകൾ പൊറുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഏറ്റവും പ്രധാന നോമ്പിന് ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. സുബഹിന്റെ മുമ്പ് അത്താഴം കഴിച്ച് ഭക്ഷണത്തിൽ വിരമിക്കണം. അത് പിറ്റേന്ന് മഗ്രിബ് വരെ ഭക്ഷണം കഴിക്കാതെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കഴിയണം. ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ വളരെ കൃത്യമായി ഷാർപ്പ് സുബഹി ബാങ്ക് വിളിക്കുന്ന 10 മിനിറ്റ് മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിക്കും. അബദ്ധത്തിൽ വൈകിപ്പോയാൽ പരമാവധി ബാങ്ക് വിളിക്കുന്നവരെ ബാങ്ക് വിളി കേട്ടാൽ വായിലുള്ള ഭക്ഷണം കാർത്തിച്ചു തുപ്പും. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവിടെയും കൈവച്ചു, അവിടെയും കത്തിവെച്ചു. അവർ പറഞ്ഞു അതൊക്കെ കേരളത്തിലെ മുസ്ലിയാക്കൾ പഠിപ്പിക്കുന്ന ദീനാണ്. അങ്ങനെയൊന്നുമില്ല. നാളെ വൈകുന്നേരം വരെ നോമ്പ് നോറ്റു നിൽക്കണമെന്ന ബോധ്യം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ അത്താഴം കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് വിളിച്ചാലും ആ പാത്രത്തിലെ ഭക്ഷണം കഴിയുന്നത് വരെ അത്താഴം കഴിക്കാമെന്ന് പഠിപ്പിച്ച കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഒരു സമൂഹത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ ലോക മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന നോമ്പിന് ഭക്ഷണം കഴിക്കാനുള്ള സമയത്തിൽ പോലും കത്തിവെച്ചുകൊണ്ട് നമ്മൾ പാത്രത്തിന് കഴിക്കാൻ തുടങ്ങണമെന്നേ ഉള്ളൂ. ആ പാത്രം ബാങ്ക് വിളിച്ചാലും പാത്രത്തിലെ ഭക്ഷണം കഴിയുന്നവരെ കഴിക്കാമെന്ന് ഫത്വ നൽകിയെന്ന് മാത്രമല്ല, ഓരോ വർഷവും അവരുടെ ആനുകാലികളിൽ ഈ മതവിധി കൃത്യമായി രേഖപ്പെടുത്തി ആവർത്തിക്കാറുണ്ട്, എഴുതാറുണ്ട്. അപ്പുറത്ത് സക്കാത്തിലേക്ക് കടന്നാൽ സക്കാത്തിൽ അവർ കൈവച്ചു. സക്കാത്തിനെ കുറിച്ച് സക്കാത്തിന് അർഹരായ 8 വിഭാഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ 8 വിഭാഗത്തിൽ ഒരു വിഭാഗം മുജാഹിദുകളാണ്. ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്ന പോരാളികളാണ്. അവർക്ക് സക്കാത്തിന്റെ ഒരു വിഹിതമുണ്ട്. വളരെ പച്ചയായി മാന്യതയില്ലാതെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവിടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചു, നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം മുജാഹിദുകൾക്കുള്ളൊരു വിഹിതം മുജാഹിദ് സംഘടനയ്ക്ക് അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രപരസ്യം നൽകിയവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. അതിന്റെ ന്യായീകരണം, കേരളത്തിലെ മുജാഹിദുകൾ ദീനിനു വേണ്ടി പോരാടുന്നവരാണ്. അതുകൊണ്ട് സക്കാത്തിന്റെ വിഹിതം മുജാഹിദ് പ്രസ്ഥാനത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ സക്കാത്തിന്റെ നിയമത്തിൽ കൈവച്ചവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ഈ തരത്തിൽ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോൾ അവസാനിക്കാതെ മുന്നോട്ട് പോകും. ഓരോ കാര്യത്തിലും ഏറ്റവും പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് മുസ്ലിങ്ങളിലെ ആണും പെണ്ണും. വ്യഭിചാരം തീർത്തും നിഷേധിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. അവിഹിത ബന്ധത്തിന് എല്ലാ പഴുതുകളും ഇസ്ലാം കൊട്ടിയടച്ചിട്ടുണ്ട്.
ഒരന്യ സ്ത്രീയെ ബോധപൂർവ്വം നോക്കുന്നത് പോലും ഹറാമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അഥവാ തൻ്റെ മുമ്പിൽ ഒരു പെണ്ണ് പെട്ടാൽ ഉടനെ ദൃഷ്ടി താഴ്ത്തമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ദീനാണ്, വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ചട്ടം, നമ്മുടെ നിയമം. പക്ഷേ ഈ വ്യഭിചാരത്തിലുള്ള എല്ലാ പഴുതുകളും അടക്കുമ്പോഴും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവിടെ എത്രമാത്രം കടന്ന് മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ, ഒരാണും പെണ്ണും വിവാഹ ജീവിതം നയിക്കുമ്പോൾ ചില പ്രത്യേക ഘട്ടത്തിൽ ത്വലാഖ് വേണ്ടി വരാറുണ്ട്, വിവാഹമോചനം നടത്തേണ്ടി വരാറുണ്ട്. അങ്ങനെ വിവാഹമോചനം നടത്തുന്ന വിഷയത്തിൽ ഇസ്ലാം തീർപ്പ് കൽപ്പിച്ചു, ഒരു സ്ത്രീയെ തലാഖ് ചെല്ലുന്നതിന് പരമാവധി 3 തവണ മാത്രമാണ് ചാൻസ്, അല്ലെങ്കിൽ 3 എണ്ണം മാത്രമാണ് ചാൻസ്. ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തണമെങ്കിൽ നമുക്ക് ആ സ്ത്രീയെ നിന്നെ ഞാൻ ഒരു ത്വലാഖ് ചൊല്ലി, പിന്നെ വിവാഹത്തിലേക്ക് തിരിച്ചെടുത്ത് വീണ്ടും നമുക്കൊരു ചാൻസ് വരുമ്പോൾ വേണമെങ്കിൽ വീണ്ടും നിന്നെ ഒരു ത്വലാഖ് കൂടി ചൊല്ലി, ഇങ്ങനെ 3 ത്വലാഖ് വരെ ചൊല്ലാം. പിന്നെ ആ പെണ്ണ് പൂർണ്ണമായി വേർപെട്ടു. ഈ 3 ത്വലാഖിനുള്ള ചാൻസ് 3 ഒരുമിച്ച് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ 3 വെവ്വേറെ ഉപയോഗപ്പെടുത്താം. നിന്റെ ത്വലാഖ് 3 ഞാൻ ഒഴിവാക്കി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി ആ സ്ത്രീ ഈ പുരുഷനുമായി വേർപെട്ട് കഴിഞ്ഞുവെന്നത് ഇസ്ലാമിലെ അംഗീകൃതമായ 4 മദ്ഹബുകളും ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന നിയമമാണ്. അവിടെയും മുജാഹിദ് പ്രസ്ഥാനം കത്തിവെച്ചു. വിശുദ്ധ ഖുർആൻ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്, വിശുദ്ധ നബി വചനങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്, വിശുദ്ധ ദീന്റെ പ്രമാണങ്ങൾ കത്തിവെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. എല്ലാം സ്വതന്ത്രമായ ദുർവ്യാഖ്യാനം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സച്ചരിതരായ മുൻഗാമികൾ കൊടുത്ത ഏറ്റവും നമുക്ക് ആധികാരികമായി കണക്കാക്കാൻ പറ്റുന്ന, നമ്മൾ സ്വീകരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ട ആ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അവിടെ മാറ്റിവെച്ചുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, ഒരു തവണ 3 ത്വലാഖല്ല 300 ത്വലാഖ് ചൊല്ലിയാലും ഒരു ത്വലാഖ് മാത്രമേ പോകൂ എന്ന്. കേരളത്തിൽ 3 ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾക്ക് ആ ഭർത്താവിന് ആ സ്ത്രീയെ തിരിച്ചെടുക്കാൻ ഒരു ചാൻസുമില്ലാതെ പിന്നെ ആ സ്ത്രീയെ തിരിച്ചെടുക്കാൻ എന്ന വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോവുക എന്നാണ്. അതിനുവേണ്ടി യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിൽ, ഇസ്ലാമിൽ ഒരു പഴുതുമില്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ ബിദഈ പ്രസ്ഥാനങ്ങൾ അവർക്ക് കൃത്യമായി 3 ത്വലാഖ് ചൊല്ലി വരുന്നവരെ സുഖസുന്ദരമായി അവർക്ക് ഈ ഭാര്യയെ തിരിച്ചെടുത്തു കൊടുക്കുന്ന പ്രവണത കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പരിശോധിച്ചാൽ, ഓരോ വിഷയങ്ങൾ പരിശോധിച്ചാൽ സ്വതന്ത്രമായി ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട്, സ്വതന്ത്രമായി നബി വചനങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സംശുദ്ധമായ ആ മാർഗം, ആ ശരീഅത്ത് അവർ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അഡീഷണലായി കൂട്ടിച്ചേർത്തുകൊണ്ട് വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ സാഹചര്യമാണ് കേരളത്തിലെ ബിദഈ പ്രസ്ഥാനങ്ങൾ ഈ പരിശുദ്ധമായ ദീനിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? 14 നൂറ്റാണ്ട് കാലം വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച്, വിശുദ്ധ നബി വചനങ്ങൾ വ്യാഖ്യാനിച്ച് പ്രവൃത്തിപഥത്തിലൂടെ പരിശുദ്ധ ദീനിന്റെ മാതൃകാ നിയമങ്ങൾ നമുക്ക് കൈമാറുന്ന സഹാബത്തും താബിഈകളും താബിഈ താബിഈകളും ആ ഉത്കൃഷ്ടമായ 3 തലമുറകൾ, ആ 3 തലമുറകളെ അവഗണിച്ചുകൊണ്ട്, ആ 3 തലമുറകളെ അവഗണിച്ചുകൊണ്ട് തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി ഖുർആൻ വ്യാഖ്യാനിക്കാനും നബിവചനങ്ങൾ വ്യാഖ്യാനിക്കാനും മതനിയമങ്ങൾ പരിഷ്കരിക്കാനും മതനിയമങ്ങൾ വെട്ടിമാറ്റാനും മതനിയമങ്ങൾ അഡീഷണലായി കൂട്ടിച്ചേർക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഈ ഒരു പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചതാണ് സത്യത്തിൽ കേരളത്തിലെന്നല്ല ലോകതലത്തിൽ ഈ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ, മതനിഷേധ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരാനുള്ള അടിസ്ഥാന കാരണമെന്ന് നമുക്ക് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. യാതൊരു സന്ദേഹവുമില്ല, ഒരു സംശയവുമില്ല. ഇ എ ജബ്ബാറിന് സ്വതന്ത്രമായി ഇങ്ങനെ പറയാനുള്ള അവകാശം എവിടെ നിന്ന് കിട്ടി? ജാമിദ ടീച്ചർക്ക് എവിടെ നിന്ന് കിട്ടിയ അവകാശം? മുദൂർ അബൂബക്കർ മുസ്ലിയാർക്ക് എവിടെ നിന്ന് കിട്ടിയ അവകാശം? നിങ്ങൾ അവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കി. കേരളത്തിൽ മുക്തിവാദികളായി വന്ന മുസ്ലിം നാമധാരികൾ ഓരോരുത്തരും നിങ്ങൾ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കി. കേരളത്തിൽ ഖാദിയാനി പ്രസ്ഥാനത്തിലേക്ക് പോയ മുസ്ലിങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി. കേരളത്തിൽ ഖാദിയാനി പ്രസ്ഥാനത്തിലേക്ക് പോയ, കേരളത്തിൽ ചേകനൂർ മൗലവിയുടെ പ്രസ്ഥാനത്തിലേക്ക് പോയ ഓരോരുത്തരുടെയും ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു വലിയ സത്യമുണ്ട്, ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. അവരൊക്കെ ഇന്നലകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിരുന്നു. കുറച്ച് പഠിച്ച മുജാഹിദുകളായിരുന്നു, കുറച്ച് പഠിച്ച ജമാഅത്തുകാരായിരുന്നു, കുറച്ച് പഠിച്ച സിമിക്കാരായിരുന്നു.
ഇന്ന് കേരളത്തിൽ നമ്മൾ ആരും അറിയാതെ സർവമത സത്യവാദം എന്ന ഒരു പുതിയ ചിന്ത വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും ശരി, മതത്തിൽ നല്ലവരെയൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഈ ഒരു വാദഗതി ഇത് ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ സിമിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ വിഭാഗം നല്ല വിവരമുള്ള പണ്ഡിത സുഹൃത്തുക്കൾ, ചെറുപ്പക്കാരാണ്. അവർ ദീൻ തെറിച്ചുപോയി. ഇവരൊക്കെ ദീൻ തെറിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് വ്യക്തമായി തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ദീനിൽ കൈവക്കാൻ, പരിശുദ്ധ ദീൻ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ, അള്ളാഹുവിന്റെ പ്രമാണങ്ങളായ ഖുർആനും സുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ അവകാശം നൽകിയാൽ, ആ വഴിക്ക് വാതിൽ തുറന്നു കൊടുത്താൽ സംഭവിക്കുന്ന ദുരന്ത ഫലം യംറുഖൂന മിനദ്ദീൻ, അതവിടെ ഉറച്ചു നിൽക്കില്ല. അവർ ക്രമാനുഗതമായി പരിശുദ്ധമായ ദീൻ തന്നെ തെറിച്ച് പുറത്തേക്ക് പോയേക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമല്ലേ? അത് ദീൻ തെറിച്ചു പോയേക്കും. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ പുതിയ പുതിയ യുക്തി ചിന്തകളാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചു നോക്കണം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പുതിയ പുതിയ ചിന്തകളാണ്, അവരെ പുതിയ പുതിയ ഗവേഷണങ്ങളാണ്. ഈ പുതിയ ഗവേഷണ ഫലങ്ങൾ ജുമാ ഖുതുബയെ കുറിച്ച് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ജുമാ ഖുതുബയെ കുറിച്ച് അവർ പറയുന്നത്, രണ്ടാമത്തെ ഖുതുബയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇമാം പ്രാർത്ഥിക്കുമല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇമാം കൈയുയർത്താറില്ല. അതിന് തെളിവുണ്ടോ? ഇല്ല. ഒരു പ്രാർത്ഥനയും കൈയുയർത്താൻ തെളിവില്ല. ഒരു പ്രാർത്ഥനയും കൈയുയർത്തേണ്ട ആവശ്യമില്ല, കൃത്യമായി പറയുകയാണ്, വളരെ കൃത്യമായൊരു പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ സ്ത്രീകൾക്ക് ജുമാഅക്കും ജമാഅത്തിനും പോകൽ സുന്നത്താണെന്നും വാജിബാണെന്നും പറയുന്നവർ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. പരിശുദ്ധ ദീന്റെ നിയമം നമുക്കറിയാം. ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രത്യേകമായ സൗകര്യം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാരികൾ വായിച്ചു നോക്കി. വാരികൾ നടക്കുന്ന സജീവ ചർച്ച. പ്രവാചകരുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെ പ്രത്യേക റൂം, പ്രത്യേക അറ പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന ബിദ്അത്താണ്. പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും പള്ളിയിൽ മെയിൻ എൻട്രൻസിലൂടെ കടന്നു വന്ന് മറയില്ലാതെ നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തണം. ആ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ വിഷയമല്ല, നിസ്സാരമായ വിഷയമല്ല. നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ, വളരെ വലിയ ദീർഘദൃഷ്ടിയുള്ള, അള്ളാഹുവിന്റെ മാരിഫത്ത് കൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന മഹാപണ്ഡിതന്മാർ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശാഖയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ അതിനെതിരെ സടകുടഞ്ഞെഴുന്നേറ്റ് വലിയ പണ്ഡിത സഭ വിളിച്ചു ചേർത്ത് ഔലിയാക്കളും ആരിഫീകളും സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് രൂപം കൊടുത്ത് ബിദ്അത്തിനെതിരെ വഹാബി പ്രസ്ഥാനത്തിലെ സന്ധിയില്ലാ സമരം നടത്തിയ വെറുതെ അല്ല. അവരെ വളരാൻ അനുവദിച്ചാൽ ഈ ദീൻ വികൃതമാകും, ദീൻ നിന്ന് പുറത്തേക്ക് പോകും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാന്യരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുലമ ഉയർത്തിപ്പിടിക്കുന്ന പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഒരു കോംപ്രമൈസിനും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ ആദർശധീരരായി ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിന്റെ ആശയാദർശം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനെന്ന് തെളിയിച്ചുകൊണ്ട്